എൻ്റെ ദേഷ്യമല്ല, ഇതെന്തോ വേറെന്തോ പ്രശ്നമാണെന്നുള്ളത് നമ്മളിങ്ങനെ മെല്ലെ മനസ്സിലാക്കി തുടങ്ങും. ശരിക്കും ഹോർമോണലി പെരിമെനപ്പോസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്? ഒരറിയിപ്പും ഇല്ലാതെ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ സംഗതികളാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. പല ആൾക്കാർക്കും ഒബ്വിയസ്ലി പല സിംറ്റംസ് ആയിരിക്കും, പല തരത്തിലായിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് എന്തെങ്കിലും തരത്തിലിപ്പോൾ ഈ പെട്ടെന്നൊരു സാധനം എന്തെങ്കിലും തരത്തിൽ മുൻകരുതൽ എടുക്കാൻ പറ്റുമോ? ചില ആൾക്കാരുടെ ബോഡി അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് തുറക്കാൻ പോകുന്നത്? നമ്മൾ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ ഫ്രിഡ്ജ് തുറന്നതെന്ന് അറിയില്ല. ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇവിടത്തേക്ക് വന്നതെന്ന് അറിയില്ല. ഇപ്പം ഞാൻ പറയണമെങ്കിൽ എനിക്ക് ഓരോന്നോരോന്നായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. എന്തൊക്കെ ഇമോഷണലി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, മെൻ്റലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഫിസിക്കലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ സൊസൈറ്റീൻ്റെ ഇതിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആക്ച്വലി നമ്മൾ പെരിമെനോപോസൽ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ സഹിക്കേണ്ടി വരും. ഹലോ, വെൽക്കം ടു യു ഇൻ യു മൈൻഡ്ഫുൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 30കളിലും 40കളിലൂടെയും കടന്നു പോകുന്ന സ്ത്രീകളെക്കുറിച്ചാണ്. അങ്ങനെ ഒരു എക്സ്ക്ലൂസീവായിട്ട് അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കാൻ കാരണം ആ ഏജ് ഒരുപാട് ചേഞ്ചസും ഒരുപാട് ഷിഫ്റ്റുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഏജാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അറിവുണ്ടാകുമ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് എന്നുള്ള ചിന്ത ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് പാരൻറ്റിങ് കോച്ചാണ്, കൗൺസിലറാണ്, ഹിപ്നോതെറാപ്പിസ്റ്റാണ്, സൂപ്പർ മോമി എന്നുള്ള പേരിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് സുമയ്യ തായിസ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാനും 30കളിൽ ഉള്ള ഒരാളാണ്. നമ്മൾ കേൾക്കാത്ത ഒരുപാട് വാക്കുകൾ ഇപ്പോൾ നമ്മളിങ്ങനെ പുതിയതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നും അറിവുണ്ടാവുന്ന ഒരു പ്രശ്നമാണെന്ന്. ചില സമയത്ത് ഇതങ്ങ് അറിയാതെ പോയാൽ മതിയായിരുന്നു തോന്നാറ്. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഇപ്പം പീരിയഡ്സൊക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇത് PMS ആണ് എന്ന് അറിയുന്നത് കൊണ്ട് എനിക്കത് ഭയങ്കര ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ PMS ആണ് കേട്ടോ, അതുകൊണ്ട് ജസ്റ്റ് ബി കെയർഫുൾ എന്ന് എനിക്ക് പറയാൻ പറ്റാറുണ്ട്. അപ്പോൾ ആ തരത്തിലത് ഹെൽപ്ഫുള്ളുമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡാണ്, എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ള ഒരു നമ്മൾ നോർമലി തന്നെ വളരെ ബിസി ഡേയിലൊക്കെ ഇത് യൂസ് ചെയ്യാറുള്ളതാണ്. അതിൽ നിന്ന് സംതിങ് ഈസ് ഷിഫ്റ്റിംഗ് എന്നുള്ളൊരു പോയിന്റിലേക്ക് ഇത് എത്തുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മളത് റിയലൈസ് ചെയ്യുക? ആദ്യം ഞാൻ ഷിബില പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ PMS ആണെന്ന് ഞാൻ മറ്റു മനുഷ്യരോട് പറയാറുണ്ട് എന്നുള്ളത്. അത് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു വിഷയമാണ് എപ്പോഴും. വീട്ടിലേറ്റവും കൂടുതൽ തല്ല് നടക്കുന്നത് ആ സമയത്താണ്. അപ്പോൾ നമ്മൾ മൂഡ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കലണ്ടർ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അതായത് അങ്ങോട്ടേക്ക് 12 മാസം, താഴോട്ടേക്ക് 31 ദിവസം എഴുതിയിട്ട് നമ്മൾ ഓരോരോ ദിവസവും നമ്മളുടെ മൂഡ് അതിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ഇന്ന് ഞാൻ ഹാപ്പിയാണ്, ഇന്ന് ഞാൻ കുറച്ച് ലോ ആണ്, ഇന്ന് ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണ്, ഇന്ന് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു പേപ്പറിൽ നിന്ന് തന്നെ നമ്മുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് പിന്നെ കാണുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഹസ്ബൻഡിനും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇയാളുടെ അടുത്ത് ഇന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതേപോലെ ഓവുലേറ്റിംഗ് ടൈമിലാണെങ്കിൽ നമ്മൾ ഭയങ്കര കാമായിരിക്കും, ഭയങ്കര കൂളായിരിക്കും, ചില്ലായിരിക്കും. അപ്പം അത് എൻ്റെ സാറുണ്ടായിരുന്നു, ഞാനിങ്ങനെ സൈക്കോളജി പഠിക്കുന്ന സമയത്തുള്ള സാറെപ്പോഴും പറയാൻ എന്താണെന്നറിയോ, ചില ബെഗേഴ്സിന് ചില സ്ത്രീകളെ കണ്ടാൽ അറിയാൻ പോലും അവർ ഓവുലേറ്റിംഗ് ആണ്, എന്ത് ചോദിച്ചാലും കൊടുക്കുന്നു. അപ്പം ആ സൈക്കിള് നോക്കിയിട്ട് അതേ സമയത്ത് പിറ്റത്തെ മാസം വരുന്നു. അപ്പോൾ അത്രയും നമ്മുടെ സ്വഭാവവും നമ്മളുടെ ഇതൊക്കെ കണക്റ്റഡാണ്, നമ്മുടെ ഹോർമോൺസുമായിട്ട് കണക്റ്റഡാണ് ഡെയിലി ലൈഫിൽ. അത് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്, അത് തീരെ മനസ്സിലാക്കാത്ത മണ്ടന്മാരായ ഹസ്ബൻഡ്സും ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ. ഇപ്പം ഷിബില എന്നോട് ചോദിച്ചത്, ഞാൻ ഭയങ്കര ടയേർഡാണ്, എല്ലാം എന്തോ സംഭവിക്കുന്നു, എങ്ങനെയാണ് മനസ്സിലാവാന്നല്ലേ? എന്തോ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു നോർമൽ ടയർഡ്നെസ് ആണ്, അതെങ്ങനെയാണ്? അത്
അത് ആക്ച്വലി ഇപ്പം നമ്മൾ ഭയങ്കര ടയർഡാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അയ്യോ എനിക്ക് ഭയങ്കര ക്ഷീണം എന്തെങ്കിലും കഴിക്കാം അല്ലേ. അപ്പം നമ്മൾ പോയിട്ടൊരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു കഷ്ണം കേക്ക് അല്ലെങ്കിൽ ഒരു മധുരമുള്ള എന്തെങ്കിലും ഒരു സാധനം, അതാണ് യൂഷ്വലി നമ്മൾ കുറച്ചൊന്ന് ചാർജ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് കഴിക്കുക. അതല്ലെങ്കിൽ ഒന്ന് കുറച്ച് കിടന്നുറങ്ങിക്കളയാം എന്ന് നമ്മൾ വിചാരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ എവിടെയെങ്കിലും പോവാം എന്ന് വിചാരിച്ച് നമ്മൾ ചെറിയൊരു റൈഡിനോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അവിടെ കൂടൊപ്പം എങ്ങനെയെങ്കിലും പോവുക. ഇപ്പോൾ അതൊക്കെ കുറച്ചൊരു സ്വാഭാവികമായിട്ടും വരുന്നുള്ളൊരു സാധനമാണല്ലോ. ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടും ആ ക്ഷീണം മാറുന്നില്ല എങ്കിൽ സംതിങ് ഈസ് ചേഞ്ചിങ്, സംതിങ് ഡീപ്പർ ഇസ് ദർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും ടയർഡായിട്ട് നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും, യൂഷ്വലി ചെയ്യുന്ന എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് മാറ്റം കാണുന്നില്ല എങ്കിൽ സംതിങ് ഡീപ്പർ ഇസ് ദർ. അതാണ് അതിന്റെ ഇൻഡിക്കേഷൻ. അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. ഇത് എന്തൊക്കെ തരത്തിലാണ് ഈ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യുക? ബിക്കോസ് ചില ആൾക്കാരിപ്പം ഇമോഷണലി എക്സോസ്റ്റഡ് ആയിരിക്കും ആക്ച്വലി തന്നെ, റിയൽ സിറ്റുവേഷനിൽ തന്നെ. ചിലപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല, പക്ഷെ നമുക്കൊരു മൂഡ് ഓഫ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷേ കരച്ചിൽ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ശരിക്കും ഈ ഒരു 30s വരുന്ന, അല്ലെങ്കിൽ ഇപ്പം പറയുന്നു ലേറ്റ് 30s ആണോ, എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും? അതാണ് അത് ലേറ്റ് 30s എന്നൊന്നും പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് 29 വരുന്ന ആൾക്കാരുണ്ട്, 20s ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന ആൾക്കാരുണ്ട്, 34 തുടങ്ങുന്ന ആൾക്കാരുണ്ട്. പറയാൻ പറ്റില്ല, ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിളാണ്. അത് നമുക്ക് ഇന്ന വയസ്സിൽ എന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹോർമോണൽ, റൈറ്റ്? അപ്പോൾ ചില മനുഷ്യർക്ക് ഹോർമോണൽ ചേഞ്ചസ് ചിലപ്പോൾ നേരത്തെ വരികയാണെങ്കിൽ അതങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ചില ആൾക്കാർ പുറത്തുനിന്ന് കാണുമ്പോൾ അവർ ഓക്കെ ആയിരിക്കും. അത് അങ്ങനെ തന്നെ ഓക്കെ ആണോ, അതോ എല്ലാവരുടെയും ഉള്ളിൽ ആ സമയത്തൊരു ഷിഫ്റ്റും ഒരു സ്ട്രഗിളും ഒക്കെ നടക്കുന്നുണ്ടാവും എന്നാണോ സയൻസ് പറയുന്നത്? സത്യത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും ഹോർമോണൽ പരിപാടികൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവില്ലല്ലോ. പക്ഷെ ചില മനുഷ്യർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് തുടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നത് ഒന്നും ആരും കാണുന്നില്ല, ഞാൻ പറയുന്നതൊന്നും ആരുടെയും ചെവിയിൽ വീഴുന്ന പോലുമില്ല, ഞാൻ ഒന്നും എന്നെ ആരും വില വെക്കുന്നില്ല, എൻ്റെ വേദനകൾ ആരും കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരു അൺസീൻ അൺഹേർഡ് ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ, അത് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് പിന്നെ നമുക്ക് ഉണ്ടാവുന്ന കാര്യം ദേഷ്യമാണ്. പിന്നെ നമുക്കൊരു തരം ദേഷ്യം വരാൻ തുടങ്ങും, പിന്നെ അത് അസ്വസ്ഥതയായിട്ട് മാറും, പിന്നെ അതിങ്ങനെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും. ഒരു പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ദേഷ്യമൊക്കെ വരും. പിന്നെ വൺ ഫൈൻ ഡേ വി റിയലൈസ് ദറ്റ് ദിസ് ഇസ് നോട്ട് അബൌട്ട് പാത്രം, ഇത് പാത്രം കഴുകുന്നതിനോടുള്ള എൻ്റെ ദേഷ്യമല്ല, ഇതെന്തോ വേറെന്തോ പ്രശ്നമാണെന്നുള്ളത് നമ്മളിങ്ങനെ മെല്ലെ മനസ്സിലാക്കി തുടങ്ങും. അത് ഇപ്പോൾ എൻ്റെ ഉമ്മെല്ലാം പറയാം എന്താണെന്നറിയോ, നീയും നിൻ്റെ മോളും ഈ സൈക്കോളജിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ചുറ്റുമുള്ള മനുഷ്യർക്ക് മുഴുവൻ പ്രശ്നം കാണുന്നുള്ളത്. എല്ലാവരും പ്രശ്നം പറഞ്ഞിട്ട് നിങ്ങളടുത്തേക്ക് വരുന്നത്, നിങ്ങളിത് ഫസ്റ്റ് മതിയാക്കണമെന്ന് പറയും. അപ്പോൾ മിന്നാന്നിത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററും കൂടി വന്നു. കസിൻ സിസ്റ്ററും ഉമ്മാൻ്റെ സിസ്റ്ററും. അപ്പോൾ അവളാണെങ്കിൽ ഇപ്പോൾ 2 കുട്ടികളായി കഴിഞ്ഞതിന് ശേഷം PG ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, ഉമ്മ ഇങ്ങനെ പറഞ്ഞു എന്നോട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ്, അതെങ്ങനെയാ അങ്ങനെ പറയാൻ പറ്റുക, ഇവർ രണ്ടാളും ഉള്ളത് കൊണ്ടല്ലേ ഇന്നയാൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ സമാധാനത്തോടു കൂടി ജീവിക്കുന്നത്. അപ്പോൾ ഉമ്മ ശരിക്കും പറഞ്ഞാൽ ശരിയാണല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഇത് മറ്റു മനുഷ്യർ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണെന്ന്, പക്ഷെ ആക്ച്വലി അല്ല.
അത് മുന്നേ ഈ പീരിയഡ്സിൻ്റെ പെയിനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്നോടാണെങ്കിലൊക്കെ ഉമ്മ പറയും, ഉമ്മക്ക് അറിയാം വേദന ഉണ്ട് എന്നൊക്കെ, പക്ഷെ എന്നാലും ഉമ്മ പറയും പിന്നെ ഇത് ആദ്യമായിട്ടല്ലേ ലോകത്ത് ഒരാൾക്ക് പീരിയഡ്സ് ഉണ്ടാവുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പം അത് നമ്മൾ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണെന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു തോട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് അറിയാതെ എന്തോ എന്ന് വിചാരിച്ച് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ബെറ്റർ ആയേനെ എന്ന് മനസ്സിൽ വിചാരിക്കുന്ന മനുഷ്യരും ഉണ്ട്. ആ. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ പറയാൻ തുടങ്ങിയത് കൊണ്ടാണ് ആക്ച്വലി ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഉണ്ടാവുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇത് പറയുന്ന മനുഷ്യരെ ശപിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരോ മനുഷ്യർ അവരവർക്ക് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നിയതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. സത്യത്തിൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ആരെങ്കിലും പറയുന്നോണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു 2% ആയിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. ബാക്കി 98% അവർക്ക് ഫീൽ ചെയ്യുന്നു, ഉള്ളിൽ ഫീൽ ചെയ്യുന്ന സംഭവം തന്നെയാണ് ബുദ്ധിമുട്ട് എന്ന് പറയും. എത്ര മനുഷ്യനെ അഭിനയിക്കാൻ പറ്റും? ബിഗ് ബോസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ വേറൊരാളായിട്ട് അവിടെ നിൽക്കും, ഞാൻ എൻ്റെ സ്വഭാവം ഒന്നും കാണിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നതെങ്കിലും 4 ദിവസം കഴിയുമ്പോൾ സ്വന്തം സ്വഭാവം പുറത്തു വരും. അത് തന്നെയാണ് നമുക്ക് അഭിനയിക്കാനൊന്നും അങ്ങനെ പറ്റുമെന്നല്ല ജീവിതത്തിൽ. പിന്നെ ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. നമ്മൾ ഒന്നും ആയിട്ടില്ല, നമ്മൾ ചിലപ്പോൾ വേറൊരാളുടെ കണ്ണിൽ നമ്മൾ ഒരുപാടായിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് തോന്നും നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടില്ല, ഞാൻ ചെയ്തത് ഇനഫ് അല്ല. ഇത് കൂടുതൽ കാണുന്നത് ശരിക്കും സ്ത്രീകൾ തന്നെയാണോ? ഞാൻ ഒരുപാട് എൻ്റെ അടുത്ത് പേഴ്സണലി ആൾക്കാർ ഇതിനെക്കുറിച്ച് എന്നെ ഹിൻറ്റ് ചെയ്യുകയും അവർ സ്വന്തമായിട്ട് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളിൽ തന്നെയാണ്. ഇത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കാരണം സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു 10-40 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി സെറ്റിൽ ആവുക. അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, കംപ്ലീറ്റ്ലി സെറ്റിൽ ആവുക, പിന്നെ വീടുണ്ടാക്കുക, കല്യാണം കഴിക്കുക, മക്കളുണ്ടാക്കുക. ഇപ്പം തന്നെ കുട്ടികൾ കുറച്ച് വൈകിട്ട് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ വൈകി കല്യാണം കഴിച്ചതല്ലേ, സമയം കുറേ വൈകിയില്ലേ, കുട്ടികളൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിക്കാനും കുറേ ആൾക്കാർ പോവുകയും ചെയ്യും. അപ്പോൾ സൊസൈറ്റി നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്തില്ല എങ്കിൽ ബാക്കിയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആക്ച്വലി മറ്റുള്ളവർ നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. പക്ഷെ അതാണ് എല്ലാവരുടെയും നമ്മൾക്ക് എന്ത് പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 40s ഒക്കെ ആയി കഴിയുമ്പോൾ പഴയതുപോലെ അത്ര ഷാർപ്പ് ആണ് അതൊന്നും നമുക്ക് പറ്റിയില്ല എന്ന് വരാം. കുറേയൊക്കെ നമുക്ക് ഈ പെരിമെനോപ്പോസൽ സിംറ്റംസിനോടൊപ്പം വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള ടയേർഡ്നെസ് ഉണ്ടാവും, ഫോക്കസും കോൺസെൻട്രേഷനും ഇല്ലാതിരിക്കും, ഇൻസോംനിയ ഉണ്ടാവും, ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങുമ്പോൾ 2 മണിക്കും 3 മണിക്കും 4 മണിക്കും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കും, നൈറ്റ് മേഴ്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഭയങ്കരമായിട്ടുള്ള ഡ്രൈനെസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പോലും എനിക്കിങ്ങനെ വായ ഉണങ്ങുന്നില്ലേ, ഇതൊക്കെ ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതേപോലെ കംപ്ലീറ്റ്ലി ബോഡി ജോയിൻറ്റ് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും. പിന്നെ കുറേ കാര്യങ്ങൾ, അതായത് ഒരു 103-ലധികം സിംറ്റംസ് പെരിമെനോപോസൽ സിംറ്റംസ് ആയിട്ടുണ്ട് എന്നാണ് പറയണത്. ഇപ്പം ഞാൻ പറയണമെങ്കിൽ എനിക്ക് ഓരോന്നോരോന്നായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. എന്തൊക്കെ ഇമോഷണലി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, മെൻ്റലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഫിസിക്കലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ സൊസൈറ്റീൻ്റെ ഇതിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആക്ച്വലി നമ്മൾ പെരിമെനോപോസൽ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ സഹിക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും പക്ഷെ ബാക്കിയുള്ള മനുഷ്യർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നീ എന്താ പണ്ടത്തെ പോലെ അല്ലാത്തത്, നിനക്കിപ്പം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിനക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, നിനക്കിപ്പോൾ പഴയ പോലെ സ്പീഡില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നു എന്നെ കൊണ്ട് ഇനി ഒന്നിനും വയ്യ, ഞാൻ യൂസ്ലെസ്സായി, ഇനി എന്നെ കൊണ്ട് ഒന്നിനും വയ്യ എന്നൊക്കെ പറയുന്ന ഒരു ഇത് വരാറുണ്ട്. അതേപോലെ സെക്ഷുവൽ ഇൻറ്റിമസിയുടെ കാര്യം വരുമ്പോഴും
നമുക്കിപ്പം വജൈനൽ ഇച്ചിങ്, വജൈനൽ ഡ്രൈനെസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരാം. പിന്നെ ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും വജൈനയിൽ. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ലോ ലിബിഡോ ഉണ്ടാവും. അപ്പം പിന്നെ അവിടെയും നമുക്ക് തോന്നുന്നത് ഇയാൾ നമ്മളെ അടുത്തേക്ക്, നമ്മുടെ പാർട്ട്ണർ വരുമ്പോൾ നമുക്ക് ഒരു താല്പര്യം തോന്നൂല. അപ്പം അവിടെയും നമുക്ക് തോന്നുന്നു ഇനി എന്നെ കൊണ്ടൊന്നിനും വയ്യ, ഇനി എന്നെ കൊണ്ട് ഒരു ഹസ്ബൻഡിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് ജീവിക്കാൻ വയ്യ, ഞാൻ ഇനി എന്തിനു കൊള്ളാം. ഇതൊക്കെ കൂടിക്കഴിയുമ്പോൾ ഇമ്പോസ്റ്റർ സിൻഡ്രോം പൂർത്തിയായില്ലേ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഭയങ്കര കൂടുതലായിട്ടുണ്ടായിപ്പോവും, അറിയാതെ. അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള മനുഷ്യരെന്തേലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. മറവിയുടെ കാര്യം വന്നിട്ട് ഓഫീസിൽ നമ്മൾ പല കാര്യങ്ങളും മറന്നു വയ്ക്കണു, വീട്ടിൽ നമ്മൾ പല കാര്യങ്ങളും മറന്നു വയ്ക്കണു, അതെവിടെ വെച്ചു ഇതെവിടെ വെച്ചു എന്നുള്ളതൊക്കെ നമ്മൾ മറന്നു പോകുന്നു, ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നു, റൂം ലോക്ക് ചെയ്യാൻ മറന്നു പോകുന്നു. അപ്പോഴൊക്കെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമ്മളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തിന്ന് വരാം. അതും കൂടി ആയിക്കഴിയുമ്പോൾ പൂർത്തിയായി. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോയി, തീർന്നു, എങ്ങനെയാണ്. പക്ഷേ ഏത് സമയത്താണെങ്കിലും സപ്പോർട്ടീവായിട്ടുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും പാർട്ട്നേഴ്സും ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ കുറേയൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും. നമ്മൾ ശരിക്കും ഹോർമോണലി പെരിമെനപ്പോസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ ബോഡിയിൽ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഹോർമോണിൻ്റെ ലെവൽ കുറയാണോ? എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അത് ആക്ച്വലി ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, മേലോട്ട് പോവുക, താഴോട്ട് വരിക, മേലോട്ട് പോവുക, താഴോട്ട്, അങ്ങനെയാണ്. അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇത്ര വയസ്സ് വരെയൊക്കെ അല്ലേ നമ്മുടെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ്സ് ഓവറി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ പെരിമെനപ്പോസ് വരുന്ന സമയത്ത് എല്ലാ മാസവും ചിലപ്പോൾ പീരീഡ്സ് ഉണ്ടായിന്ന് വരില്ല. ഓക്കെ, ചിലപ്പോൾ 2 പീരീഡ്സിൻ്റെ ഇടയിൽ സ്പോട്ടിങ് ഉണ്ടായിന്ന് വരാം. ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾക്കിടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പം ഓവറീസിൽ നിന്നും എഗ്ഗ് വരാൻ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ ഈ പ്രാവശ്യം വരുന്നില്ല എന്ന് അങ്ങ് തീരുമാനിച്ചു എന്ന് വെച്ചോ, ബ്രെയിനിലേക്ക് ഇതിൻ്റെ സിഗ്നൽ പോയില്ലേ. അപ്പോൾ ബ്രെയിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബാക്കി ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. വേഗം ഉണ്ടാക്ക് സിസ്റ്റം ഇങ്ങനെ മാറുകയല്ലേ. സിസ്റ്റം എപ്പോഴും നടക്കുന്ന പോലെ അല്ലാതെ ഒരു മെഷീൻ ഇങ്ങനെ നടക്കുമ്പോൾ, ഇപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാട് വന്നെന്ന് വിചാരിച്ചോ, വണ്ടി ശബ്ദം മാറും. പിന്നെ അതിൻ്റെ ടയറ് ഫ്ലാറ്റായി പോയി എന്ന് വിചാരിച്ചോ, നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ ഫ്യൂവൽ ഇല്ല എന്ന് വിചാരിച്ചോ, നമുക്കത് ബുദ്ധിമുട്ടല്ലേ. അതുപോലെ തന്നെ എന്തോ ഒരു പ്രശ്നം നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ ബ്രെയിൻ അവിടെ കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. അത് ബോഡിക്കൊരു പ്രഷറാവും. ബോഡിക്കതൊരു പ്രഷറാവും. അപ്പോൾ പെട്ടെന്ന് ഈസ്ട്രജൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തും. അപ്പം ശരിക്കും നമ്മുടെ ബോഡി ഉണ്ടാക്കേണ്ട അതിന് പകരം ഫാറ്റ് ടിഷ്യൂവിൽ നിന്നും ഈസ്ട്രോ സംതിങ് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും. പിന്നെ ഒരു സ്പൈക്ക് ഉണ്ടാവും, അതേപോലെ താഴോട്ടേക്ക് പോവുകയും ചെയ്യും. കാരണം ഇല്ലാത്ത സാധനമാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ഓവറീസ് ഉണ്ടായി കഴിഞ്ഞാലാണ് ആക്ച്വലി പ്രൊജസ്ട്രോൺ ഉണ്ടാവുക. ഈസ്ട്രജൻ്റെ സ്പൈക്കും പ്രൊജസ്ട്രോൺ ലാക്കും ചെയ്യുന്നതാണ്. പ്രൊജസ്ട്രോൺ ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാരണം ഓവറീസ് ഇല്ലാത്തത് കൊണ്ട് പ്രൊജസ്ട്രോൺ ഇല്ലാണ്ടായി, എപ്പോഴും വരുന്നൊരു സാധനം ഇല്ലാതെയായി. പിന്നെ മറ്റതിന് സ്പൈക്കും വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസം വരുമ്പോൾ ബോഡി കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്, ബ്രെയിൻ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്. ജസ്റ്റ് ലൈക്ക് ഒരു പുതിയ സിസ്റ്റം വരുന്ന ഒരറിയിപ്പും ഇല്ലാതെ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ സംഗതികളാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. നമ്മളിങ്ങനെ ഇപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് പരിഭ്രമിച്ചതുപോലെ നമ്മുടെ ശരീരം ഇങ്ങനെ പരിഭ്രമിക്കും, ബ്രെയിന് പരിഭ്രമിക്കും. എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ്ഡായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ശരിക്കും നമ്മുടെ ബോഡിയിലും മൈൻഡിലും എല്ലാം സംഭവിക്കുക. ഇപ്പോൾ നമ്മൾ കോൺവെർസേഷൻ തുടങ്ങുന്നതിന് മുന്നേ മാം എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. പല ആൾക്കാർക്കും ഒബ്വിയസ്ലി പല സിംറ്റംസ് ആയിരിക്കും, പല തരത്തിലായിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് എന്തെങ്കിലും തരത്തിലിപ്പോൾ ഈ പെട്ടെന്നൊരു സാധനം എന്തെങ്കിലും തരത്തിൽ മുൻകരുതൽ എടുക്കാൻ പറ്റുമോ?
എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ് പറ്റും. ചില ആൾക്കാരുടെ ബോഡി അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഫോറിൻ കൺട്രീസിലൊക്കെ ഈ ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ട് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ തന്നെ ചിലപ്പം പിന്നെ IUDs ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഒക്കെ ഇടാൻ സമ്മതിക്കും. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, ഞാൻ പറയണത് 18 ഒക്കെ കഴിഞ്ഞ ആൾക്കാരുടേതാണ് കേട്ടോ. അപ്പോൾ അഡൽട്ടായിട്ടുള്ള ആൾക്കാരുടെ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് IUD എന്നാണ് അത് നമ്മൾ പറയും. ഹോർമോണൽ IUDs ഉണ്ട്, ലൈക്ക് മിറേന പോലെയുള്ള സാധനങ്ങൾ. ഇത് ഈസ്ട്രജനും ഇതിനെയൊക്കെ ബോഡിയിൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ IUD. അത് ശരി. യെസ്. അപ്പോൾ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഈ കോൺട്രാസെപ്ഷന് കോപ്പർ ടീ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന അതേ ഇതാണ് നമ്മൾ ഈ മിറേന പോലെയുള്ള സാധനങ്ങൾ ഇട്ടാലും ഉണ്ടാവുക. അതിന് പകരം ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഒരു നല്ല ഗൈനക്കോളജിസ്റ്റും നല്ല എൻഡോക്രൈനോളജിസ്റ്റും. എന്താണ് ഇതിന്റെ തുടക്കം? അങ്ങനെ ഇപ്പം മാം പറഞ്ഞുകൊണ്ടത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ചെറിയ ചെറിയ പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റെസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ക്ഷീണം വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്തിട്ടും നമ്മൾ ടയർഡ്നെസ് മാറുന്നില്ല, ക്ഷീണം മാറുന്നില്ല. പിന്നെ മൂഡ് ഭയങ്കര വ്യത്യാസം, ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്, ഭയങ്കര ദേഷ്യം വരുന്നു, പിന്നെ അസ്വസ്ഥത ഉണ്ടാവുന്നു, പീരീഡ്സ് ഇറഗുലർ ആവുന്നു, ഒരു മാസം കഴിഞ്ഞിട്ട് വരേണ്ടത് വരാതിരിക്കുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പോട്ട് ഉണ്ടാവുന്നു, പിന്നെ പെയിൻ ഉണ്ടാവുന്നു ബോഡിയിൽ ഭയങ്കരമായിട്ട്, പിന്നെ വിഷൻ ചേഞ്ച് ആവുന്നു, കണ്ണിന് വിഷൻ ചേഞ്ച് ആവാറുണ്ട്, ചില ആൾക്കാർക്ക് കേൾവി കുറവുണ്ടാവാറുണ്ട്, ചില മനുഷ്യർക്ക് ചെവിക്കകത്ത് ചൊറിച്ചിൽ, ചില മനുഷ്യർക്ക് ബോഡിയിൽ ചൊറിച്ചിൽ, ചില മനുഷ്യർക്ക് ഏനൽ ഏരിയയിൽ ചൊറിച്ചിൽ, പിന്നെ വജൈനയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ഡ്രൈനെസ്, ബേണിങ് സെൻസേഷൻസ്, പിന്നെ ഹോട്ട് ഫ്ലഷസ്, നൈറ്റ് സ്വെറ്റ്സ്, ഉറക്കമില്ലായ്മ, പിന്നെ എക്സോഷൻ, ടയേർഡ്നെസ്, പിന്നെ മറവി, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, ബ്രെയിൻ ഫോഗ് ഉണ്ടാവുക. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് തുറക്കാൻ പോകുന്നത്? നമ്മൾ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ ഫ്രിഡ്ജ് തുറന്നതെന്ന് അറിയില്ല, ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇവിടത്തേക്ക് വന്നതെന്ന് അറിയില്ല. പിന്നെ അങ്ങനെ ബോഡിയിൽ ചേഞ്ചസ് കുറേയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ IBS, എന്ത് കഴിച്ചാലും ഒന്നുകിലോ ബർപ്പിങ്, ഒന്നുകിലോ ബർപ്പിങ്, അല്ലെങ്കിലോ ബ്ലോട്ടിങ്, അല്ലെങ്കിലോ ഫാട്ടിങ്, അല്ലെങ്കിലോ വയറിങ്ങനെ പൊങ്ങി വരുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ വായുശല്യം ഭയങ്കരമായിട്ടുണ്ടാവുക, പിന്നെ എന്ത് കഴിച്ചാലും ഒന്നുകിലോ കോൺസ്റ്റിപ്പേഷൻ ഭയങ്കര ടൈറ്റായിട്ടുണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിലോ ലൂസ് മോഷൻ ഉണ്ടാവുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ, ക്ലൂലെസ് ആവും. നമുക്ക് ബ്രെയിനും ഗട്ടും തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ IBS പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ബോഡിയിൽ എവിടെയും പിന്നെ നമുക്ക് ചേഞ്ചസ് ഇല്ലാതെ ഇല്ല. ഹെയർ തിന്നാവും, ഹെയർ ലോസ് ഉണ്ടാവും, അൺവാണ്ടഡ് ഹെയർ ഭയങ്കരമായിട്ട് കൂടുതലുണ്ടാവും, ലൈക്ക് താടിയിലും മീശയും ഭയങ്കരമായിട്ട് കൂടുതലുണ്ടാവും. അതേസമയം നമുക്ക് ഹെയർ വേണമെന്ന് തോന്നുന്ന സാധനം വേണമെന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മുടെ മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും, അല്ലെങ്കിൽ തിന്നിങ് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെവിക്കകത്തൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നു, പിന്നെ വായിക്കകത്ത് ഡ്രൈനെസ് ഉണ്ടാവും. നോട്ട് ഓൺലി ഡ്രൈനെസ്, അത് ഡീഹൈഡ്രേഷൻ കാരണവും ഡ്രൈനെസ് ഉണ്ടാവാം. മറ്റ് പൊള്ളി വരുന്ന ആ സാധനം അത് ഉണ്ടാവാം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞെടുത്ത് ഒരു ശരീരത്തിന്റെ ഒരു ഭാഗവും ബാക്കിയില്ല. പിന്നെ ബ്രസ്റ്റിൽ പെയിൻ, ടെൻഡർനെസ്സും പെയിനും സോളൻ ഒരു ഫീലിങ്ങും ഉണ്ടാവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടാവുന്നത്, നടുവിന് വേദന ഉണ്ടാവുന്നത്, ഇത് കാലിൻ്റെ അടിയിൽ ചൂടുണ്ടാവുന്നത്, പിന്നെ കൈക്കകത്തും കാലിനകത്തും തരിപ്പുണ്ടാവുന്നത്, പിന്നെ സ്കിന്നിൽ റാഷസ്, എവിടെ ബാക്കിയുള്ളത് എല്ലാം സ്കിന്നിൽ റാഷസ് ഉണ്ടാവുന്നത്, ആക്നെ. അതായത് ഇതൊന്നും മുന്നേ ഇല്ലാത്ത ഒരാളായിരിക്കും, അതെ, പക്ഷെ സഡൻ ആയിട്ട് ഇങ്ങനെ നമ്മളല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. സഡൻ ആയിട്ട് നമുക്ക് ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ
നമുക്കാണെങ്കിൽ ചില മനുഷ്യർക്കും മനസ്സിലാവില്ല. നമ്മൾ പറയും അത് ചെമ്മീൻ തിന്നത് കൊണ്ടാണ്, അത് ഞാൻ ഇന്നലെ വെയിലത്ത് പോയത് കൊണ്ടാണ്. മെലാസ്മ വരുമല്ലോ, പിന്നെ സ്കിന്നിൽ കുറച്ച് ഡാർക്ക്നെസ് വരും. അപ്പോൾ അതും നമുക്കിതൊക്കെ കോൺഫിഡൻസ് കളയുന്ന ഒരു സാധനം, ഇത്രയും കോൺഫിഡൻസ് കളയുന്ന ഒരു സാധനമാണെന്ന് പറയാനില്ല. കാരണം അത്രയും നാൾ നമ്മൾ എന്തായിരുന്നു അതല്ല നമ്മൾ. അപ്പോൾ ആൾക്കാർ നമ്മളോട് പറയും നീ എന്താ ഇങ്ങനെ, നിനക്കെന്താ ഇങ്ങനെ ഒരു മാറ്റം. അപ്പോൾ നമുക്ക് ചോദിക്കാനും പറ്റില്ല നല്ല മാറ്റമാണോ മോശം മാറ്റമാണോ എന്ന്. കാരണം നമുക്ക് തന്നെ നമ്മളിൽ കോൺഫിഡൻസ് ഇല്ലല്ലോ. ഇത് എന്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ തടിച്ചത് കൊണ്ട് പറയുകയാണോ, ഞാൻ മെലിഞ്ഞത് കൊണ്ട് പറയുകയാണോ, ഇനി എന്ത് കാരണം കൊണ്ടാണ് ഈ പറയുന്നത്, ഇനി ഞാൻ കറുത്തു പോയത് കൊണ്ട് പറയണതാണോ എന്നൊക്കെ വിചാരിച്ച് നമുക്കൊരു ഐഡിയയും കിട്ടാത്തൊരവസ്ഥയായിരിക്കും. എന്ത് പറയണം എന്നറിയില്ല, എന്ത് പറയരുത് എന്നറിയില്ല. കാരണം പറയാനുള്ള വാക്കുകൾ പോലും പുറത്തേക്ക് വരില്ല. നമ്മുടെ ബ്രെയിനും ശരിക്കല്ല വർക്ക് ചെയ്യണം. എല്ലാ ചേഞ്ചും ഓക്കെ, ബ്രെയിൻ ഫോഗും കൂടെ അതിന്റെ കൂടെ ഉണ്ടാവുമ്പോൾ അത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷണങ്ങൾ എന്ന് പറയും. നല്ലൊരു ഗൈനക്കോളജിസ്റ്റും നല്ലൊരു എൻഡോക്രൈനോളജിസ്റ്റും കൂടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുള്ളൂ. സത്യത്തിൽ ഈ നമ്മളുടെ നാട്ടിൽ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിർഭാഗ്യവശാൽ മെനോപോസിനെ കുറിച്ചിട്ടും പെരിമെനോപോസിനെ കുറിച്ചിട്ടും അധികമൊന്നും നമ്മളെ മെഡിക്കൽ സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. ഇപ്പോൾ ആഫ്റ്റർ 40 ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്കിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് അറ്റൻഡ് ചെയ്തപ്പം ഡോക്ടേഴ്സിന് പോലും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയുന്നില്ല. അവർ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്യാദി കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാവാം. ലൈക്ക് ബിക്കോസ് നമ്മളെ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ്ലി നമ്മൾ കോൺഫിഡൻസ് പോയി, നമ്മളല്ലാതായി. പിന്നെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഉറക്കമില്ലാത്തൊരവസ്ഥ വരുന്ന. എത്ര ഉറങ്ങിയാലും എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം തികയാത്തൊരു ഫീലിംഗ്, ഭയങ്കരമായിട്ട് ക്ഷീണത്തോടു കൂടിയാണ് എണീക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കാതെ അപ്പം തന്നെ ഒരു നല്ല ഡോക്ടറെ കാണുക. പിന്നെ തെറപ്പി പറ്റുമെങ്കിൽ തെറപ്പി എടുക്കുക. കാരണം ഒരു സൈക്കോളജിസ്റ്റിന് ഒരു പക്ഷേ മനസ്സിലാവും, ഒരു ഗൈനക്കോളജിസ്റ്റിന് ഒരു പക്ഷേ മനസ്സിലായി എന്ന് വരില്ല. അത് ശരിയാ, മനസ്സ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് വേണം. അപ്പം പറ്റുമെങ്കിൽ തെറപ്പി എടുക്കാൻ ശ്രമിക്കുക. നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക. പിന്നെ നല്ലൊരു തെറപ്പിസ്റ്റിനെ ആരോടെങ്കിലും ചോദിച്ചിട്ട് നമ്മൾ നല്ലൊരു തെറപ്പിസ്റ്റിനെ കോൺടാക്റ്റ് ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രായം കുറഞ്ഞതാണോ പ്രായം കൂടിയതാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ഒരു തെറപ്പിസ്റ്റിനെ കുറിച്ചിട്ട്. കാരണം പ്രായമല്ല അവിടെ വിഷയം. നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സർജന് ചിലപ്പോൾ 25-28 വയസ്സുള്ള ഒരു ചെറിയ ഡോക്ടറായിരിക്കാം. നമ്മൾ 60-ാമത്തെ വയസ്സിലായിരിക്കാം ചിലപ്പോൾ ഈ ഓപ്പറേഷൻ ടേബിളിൽ പോയി കിടക്കുന്നത്. നമ്മളെക്കാളും ചെറിയൊരാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവാതിരിക്കില്ലല്ലോ. അയാളതിൽ അത്രയും അഗ്രഗണ്യനായത് കൊണ്ടാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. അതുപോലെ ഒരു തെറപ്പിസ്റ്റ് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വീണ്ടും 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 റിസർച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അയാൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഒരു തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പം അവരുടെ പ്രായം നോക്കരുത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം പല പാരൻസും പറയും ഇത്രയും ചെറിയ ഒരാൾക്ക് ഇത്രയും വലിയ നീ അനുഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ പറ്റും. കാരണം അത് പഠിച്ചിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അവർക്ക് നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. പിന്നെ ബാക്കി അവർ അനലൈസ് ചെയ്യും. അതിനുള്ള ബാക്കി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ അവർക്ക് അതിനുള്ള എല്ലാവിധ പരിപാടികളും ഉണ്ട്. അപ്പോൾ ഇത്യാദി എല്ലാ ടെസ്റ്റുകളും എഴുതിയും പറഞ്ഞും ചോദിച്ചും ഒക്കെ അവർ മനസ്സിലാക്കിയെടുക്കും. അപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ് തെറപ്പി. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. അതിനോടൊപ്പം ഗൈനക്കോളജിസ്റ്റും എൻഡോക്രൈനോളജിസ്റ്റും ഒക്കെ കൂടിയിട്ട് നമുക്ക് അതിനുള്ള മരുന്നും, ചില ആൾക്കാർക്ക് ഓറലി പിന്നെ മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചില ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IUDs ആണ് കൊടുക്കാറ്. വെരി മച്ച്. എൻ്റെ കേസിൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നത് എൻ്റെ ബോഡി റിജക്റ്റ് ചെയ്തു.
എനിക്ക് പിന്നെ IUD എൻ്റെ ബോഡി റിജക്റ്റ് ചെയ്തു. എനിക്ക് ഹോർമോൺസ് ടാബ്ലറ്റ്സ് HRT എന്ന് പറയാം, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറപ്പി. ഓക്കെ ഓക്കെ, അപ്പോൾ ഇപ്പോൾ ബയോ HRT ഒക്കെ വരുന്നുണ്ട്. ബോംബെയിലൊക്കെയാണ് അതൊക്കെ ഉള്ളത്. ഇവിടെ പിന്നെ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ HRT എടുക്കുന്ന എല്ലാവർക്കും ചിലപ്പം പിന്നെ ബോഡി അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചില ആൾക്കാർക്ക് അത് CVT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത്. ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ആയി പോകാറുണ്ട്, വളരെ റെയറായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയി പോകാറുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ഹോർമോണൽ ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ പോലെയൊക്കെ കാണാറുണ്ട് ചിലർക്ക്. അപ്പം പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ഉപകാരമാണ്, എടുക്കുന്നത് നല്ലതാണ്. ശരിക്കും ഗർഭനിരോധന ഗുളികകൾ യൂസ് ചെയ്യുന്നത് പോലും നല്ലതാണ്, മെനോപോസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. സോ അവർ നമുക്ക് HRT എടുക്കുന്ന ഇഞ്ചക്ഷനായിട്ടാണെങ്കിലും വല്ല ഗുളികകളാണെങ്കിലും IUDs ആണെങ്കിലും ഒക്കെ ഡോക്ടേഴ്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. അതിലേതാണോ നമുക്ക് ഫീസിബിളായിട്ടുള്ളത് അത് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഏതാണോ നല്ലതെന്ന് ഡോക്ടർ പറയുന്നത് അത് ഡോക്ടറിനെ വിശ്വസിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ 30കളെയും 40കളെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇറ്റ് വാസ് ഓൺലി അബൌട്ട് എത്ര കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വിവാഹത്തെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ പോലും 30കളിലോ 30കളിലെ അവസാനത്തിലോ ഒക്കെയാണ്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നതാണ്, ദോ ഇറ്റ്സ് നോട്ട് എ വെരി പ്രോഗ്രസീവ് തോട്ട്. അതായത് ഒരു ലേറ്റ് 20s വിവാഹം കഴിക്കുന്നത് നല്ലതാണ് എന്നാണോ ആസ് എ കോച്ച് പറയണത്? അതോ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഗ്ഗ് ഏറ്റവും നന്നായിരിക്കുന്നത് നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ടൈം കിട്ടാൻ ടു കണക്ട്, അതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, മുമ്പ് പറയാറുണ്ട് 18 to 24 ആണ് ഏറ്റവും നല്ല സമയം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈയിടെ ഞാൻ പുതിയ ഇതിലൊക്കെ കാണുമ്പോൾ ഏജ് അത്ര വലിയ മാറ്റർ അല്ല എന്ന് പറയുന്നുമുണ്ട്. ഓക്കെ, അപ്പം പിന്നെ ചില ആൾക്കാർ എഗ്ഗ് ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മളുടെ ചോയ്സാണ്. ഇപ്പം നമുക്ക് അതിനുള്ള പൈസയും അതിനുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പ്രസവിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പ്രസവിക്കാം. ഇനി അപ്പോൾ ഇപ്പം എനിക്ക് വേണ്ട പിന്നെ മതിയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നത്തേക്കത് വെക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം എന്തൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് പോലും ചെയ്യാം. എന്ത് വേണമെങ്കിലും. ഞാൻ നമ്മുടെ ഒരു മെൻ്റൽ സിറ്റുവേഷനും കൂടി ആലോചിച്ചേ. ആസ് നമ്മളൊരു കൺഫ്യൂസ്ഡായി നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടീനെ, ആസ് ഇൻ ബ്രെയിൻ ഫോഗായി ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഒരു കുട്ടീനെ വളർത്തുന്നതിനെക്കാട്ടിലും നമ്മൾ അഡോപ്റ്റ് ചെയ്താലും എഗ്ഗ് ഫ്രീസ് ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ എഫേർട്ട് അതിലുണ്ടല്ലോ. ഞാൻ അതുകൊണ്ടും കൂടെ ചോദിക്കുന്നതാണ്, ആസ് ഇൻ ഇത്രയും ബഹളം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതിന് മുമ്പേ അത് തീർക്കുന്നതാണ് നല്ലത് എന്ന് ആസ് എ തെറാപ്പിസ്റ്റ് തോന്നുന്നുണ്ടോ എന്ന്? സത്യം പറയാലോ, ശരി, ഒരു കുട്ടീനെ വളർത്താൻ നമ്മൾ ഒറ്റയ്ക്ക് പോരാ. ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ കിഡ് എന്നാണ് പറയുക. നമ്മൾ പക്ഷേ വിചാരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് വളർത്തണം, എന്നാലും മാത്രമേ കുട്ടിയുടെ സ്വഭാവം നന്നാവുള്ളൂ. കുറേ ആൾക്കാർ കൈയിട്ടാൽ മോശമാവുന്നതാണ് നമ്മൾ പൊതുവെ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെയും സമ്മതിക്കില്ല, ഗ്രാൻഡ് പാരൻസിനെ പോലും സമ്മതിക്കില്ല, നമ്മൾ മാത്രം വളർത്തും. ഞാൻ എല്ലാ പുസ്തകങ്ങളും എല്ലാ റിസർച്ചും നോക്കിയിട്ട് ഞാൻ ഏറ്റവും നന്നായിട്ട് വളർത്തും എന്നൊക്കെ നമ്മൾ വിചാരിക്കും, which is exhausting. Okay. For us and not good for the kid also. Not good for the kid also. For us it is very exhausting. പിന്നെ please ask for help. Okay. നമ്മൾ ഇപ്പം എത്ര ബുദ്ധിമുട്ടുള്ള സമയത്ത് വേണമെങ്കിലും നമുക്ക് കുട്ടികളെ വളർത്താം. മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ഒരു കുട്ടീനെ വളർത്തുക എന്നുള്ളത് എൻ്റെ എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ആണോ അത്ര തന്നെ റെസ്പോൺസിബിലിറ്റി ആ കുട്ടീൻ്റെ അച്ഛനും ഉണ്ട്. പിന്നെ നമ്മളോട് കുട്ടികളെ വേണം എന്ന് നമുക്ക് ചുറ്റും ഇരുന്ന് പറയുന്ന ഗ്രാൻഡ് പാരൻസിനും ഉണ്ട്.
നമ്മൾ റെഡിയല്ല എന്ന് പറയുമ്പോൾ നമ്മളോട് അതൊന്നും പ്രശ്നമില്ല, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ സഹായിക്കാമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഒബ്ലൈസ് ടു ഡു. അവർ ആ കാര്യം ചെയ്തിരിക്കണം, Okay. അല്ലെങ്കിൽ പറയരുത്. അപ്പൊ പറയുമ്പോ ഇനി സൂക്ഷിക്കണം. അതെ അതെ, പറയുമ്പോൾ സൂക്ഷിക്കണം. അപ്പം നമുക്ക് അവരോടൊക്കെ സഹായം ചോദിക്കാം. ചുറ്റുമുള്ള പിന്നെ ഈ നമ്മുടെ സഹോദരിമാർ, ഹസ്ബൻഡിൻ്റെ ബന്ധുക്കൾ, നമ്മുടെ അമ്മ, നമ്മളുടെ ബാക്കി സഹോദരന്മാർ, ഇവരെല്ലാവരും കൂടി ഒരു കുട്ടീനെ വളർത്തുമ്പോഴാണ് ആ കുട്ടി നല്ലൊരു നല്ല മോറൽസും നല്ല വാല്യൂസും ഒക്കെ ഉള്ള ഒരു കുട്ടിയായിട്ട് വളരുക. ഒറ്റയ്ക്ക് വളർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇനി പാരൻറ്റിങ്ങിൻ്റെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്കെൻ്റെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അവർക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ ബോഡിയിലുള്ള ചേഞ്ചസ് കൊണ്ട്, നമ്മളെ ഹോർമോൺസുള്ള ചേഞ്ചസ് കൊണ്ട്. ആൻഡ് യൂഷ്വലി തന്നെ നമുക്ക് ഈവൻ PMS ആണെങ്കിലും ഹസ്ബൻഡിനേക്കാളും മുന്നേ ഒരു പക്ഷേ നമ്മൾ ഷൗട്ട് ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ മേ ബി സോഷ്യലി അക്സെപ്റ്റബിൾ ആണെന്ന് നമുക്ക് തോന്നിയത് കൊണ്ടോ, അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ പറ്റുമല്ലോ എന്ന് തോന്നുന്നതുകൊണ്ട് എന്തുകൊണ്ടോ നമ്മുടെ ദേഷ്യമൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമുക്ക് ആദ്യം ഗിൽട്ട് തോന്നുന്നൊക്കെ അവരുടെ അടുത്തായിരിക്കും. ആൻഡ് നമുക്ക് തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവർക്കത് ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു എന്ന് ആ മൊമെൻറ്റിൽ നമുക്ക് തോന്നും. അത് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക? സോഷ്യലി അക്സെപ്റ്റബിൾ ഇത് ആയതുകൊണ്ടൊന്നും അല്ല നമ്മൾ കുട്ടികളുടെ മുകളിൽ ഇത് തിരിച്ചു കിട്ടൂല എന്നുള്ളത് കൊണ്ടോ. ബാക്കി ആർക്ക് കൊടുത്താലും തിരിച്ചു കിട്ടും. ഇവറ്റകള് പാവങ്ങള് ഫ്രീസായിട്ട് പേടിച്ചിട്ടാകെ കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ നിൽക്കണം, ഉറങ്ങണം, കിടക്കണം. അപ്പം നമ്മളില്ലാണ്ട് അവർക്ക് പറ്റാത്തത് കൊണ്ട് പാവങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ കുതിര കയറുന്നത് നമ്മുടെ കുട്ടികളുടെ മുമ്പിലാണ്, അവരുടെ അടുത്താണ്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് പണിയെടുത്തിട്ട് ഉള്ള കെയർ ഗിവിങ്ങും എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ സ്ത്രീകൾക്കാണെങ്കിൽ പണി കുറച്ച് കൂടുതലുമാണ്. ഇമോഷണലിയും ഫിസിക്കലിയും എല്ലാ ബേർഡനും അവരെ തലയിൽ തന്നെയാണ്. പുറത്തുള്ള ജോലിയും വീട്ടിനകത്തുള്ള ജോലിയും എല്ലാം ചിലപ്പം സ്ത്രീകൾ തന്നെ ചെയ്യേണ്ടി വരുന്നു. പുരുഷന്മാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് ഹെൽപ്പ് എന്നാണ് പേര്, റെസ്പോൺസിബിലിറ്റി എന്നല്ല. അതൊന്ന് ആലോചിച്ച് വെക്കണം. അപ്പോൾ ആക്ച്വലി അത് ഹെൽപ്പില്ല, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഒരു കാര്യം പറയാം ഞാൻ. പല പുരുഷന്മാരുടെയും വിചാരം അവരുടെ വീട്ടിലെന്തോ മാജിക് നടക്കുന്നുണ്ടെന്നാണ്. ലൈക്ക് അവരിങ്ങനെ പാത്രങ്ങൾ അവിടെ വെച്ചിട്ട് പോകുന്നു, തുണി കഴുകാൻ അവിടെ കടൽ കളഞ്ഞിട്ട് പോകുന്നു, ബാത്റൂം വൃത്തികേടാക്കിയിട്ട് പോകുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ എല്ലാം നല്ല മാജിക്. മാജിക് ഇൻവിസിബിൾ ആണ്. ഇൻവിസിബിൾ വർക്ക് ലോഡും വിസിബിൾ ആയിട്ടുള്ള വർക്കും ഇൻവിസിബിൾ ആയിട്ടുള്ള പ്ലാനിങ്ങും. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, കുട്ടീൻ്റെ അസൈൻമെൻറ്റ്സ് ചെയ്യണം, തുണി കഴുകുക എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റെപ്പ് പ്രോസസ്സാണെന്നാണ് ഷിബില വിചാരിക്കുന്നത്. അതെ, എനിക്കറിയാം. 8 സ്റ്റെപ്പ് പ്രോസസ്സാണ് തുണി കഴുകുക എന്നുള്ളത്. ഈ തുണി ഒരു റൂമിലുള്ളത് എടുത്ത് കൊണ്ടുവരിക, അതിനെ സെപ്പറേറ്റ് സോർട്ട് ചെയ്യുക, ലൈറ്റ് വേറെ വൈറ്റ് വേറെ ഡാർക്ക് വേറെ ആക്കുക, ഓരോന്നിനെയും കഴുകുക, അതിനത് ബക്കറ്റിലെടുത്തിടുക, കൊണ്ടുപോയി ആറിയിടുക, ആറിയിട്ടെടുത്തുനിന്ന് എടുത്തുകൊണ്ട് വരിക, പിന്നെ മടുക്കുക, ഓരോരുത്തരുടെ റൂമിലേക്ക് കൊണ്ടുവയ്ക്കുക. ഇതൊക്കെ കഴിയുമ്പോൾ പണി എത്രയായി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും പോകുന്നില്ല എങ്കിലും കിച്ചണിൽ കയറി കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് പണിയാണെന്ന് വിചാരിക്കും. അതേസമയം ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഇതൊക്കെ തീർത്തിട്ടൊന്ന് ഇറങ്ങി ഓടിയാൽ മതിയെന്നും നമ്മൾ വിചാരിക്കാറുണ്ട്. എന്തൊരു ക്ഷീണമാണ് നമ്മളുടെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ. ആസ് എ പാരൻറ്റ് എങ്ങനെയാണ് മദർഹുഡ് ചേഞ്ച് ആവുക വെൻ ഓൾ ദിസ് ഹാപ്പൻസ്? ഈ ഓർക്കല്ലായ്മ, നമ്മുടെ മൂഡ് സ്വിങ്സ്, നമുക്ക് ഹോട്ട് ഫ്ലാഷസ്, ബ്രെയിൻ ഫോഗ്, ഇതൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ മദർഹുഡ് എന്നുള്ള ഇത് ചേഞ്ച് ആവുക? നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറ്. ലൈക്ക് ഇപ്പം ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ അമ്മയാണ്, ഞാൻ ഭാര്യയാണ്, ഞാൻ സിസ്റ്ററാണ്, ഞാൻ മകളാണ്, അല്ലെങ്കിൽ എൻ്റെ പേര് ഇന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യണത്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എൻജിനീയറാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറം ഞാൻ എന്താണെന്നുള്ളത് പല മനുഷ്യർക്കും അറിയില്ല. ലൈക്ക് നമ്മളുടെ പൊസിഷനിൽ അല്ലെങ്കിൽ നമ്മളുടെ കടമകളിലോ അങ്ങനെയൊക്കെ നമ്മളെ തന്നെ കെട്ടിയിടുന്നൊരവസ്ഥയുണ്ടാവും. എനിക്ക് എന്താണ് ഇഷ്ടം, ഞാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തിട്ട് എത്ര കാലമായി,
എന്നൊക്കെ ചിന്തിക്കാൻ പോലും പല മനുഷ്യനും സമയം ഉണ്ടാവില്ല ഈ മദർഹുഡിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിങ്ങനെ മദർഹുഡ് എങ്ങനെ ചേഞ്ച് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചെറിയ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ചിലപ്പോൾ യെല്ല് ചെയ്യാനും ബഹളം വെക്കാനും ഒക്കെ സാധ്യതകളുണ്ട്. അതായത് നമ്മൾ 40s എത്തുന്ന സമയത്താണ് നമ്മളെ കുട്ടികൾ ടീനേജിലെത്തുക. അപ്പോൾ ടീനേജിൻ്റെ ഹോർമോണൽ ചേഞ്ച് അവിടെ ഈ പെരിമെനോപ്പോസ് നമ്മളെ എങ്ങനെ ഹിറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെയാണ് ടീനേജ് കുട്ടികളെ ഹിറ്റ് ചെയ്യുക. പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അവർക്കും ഹോർമോൺസിൻ്റെ ഒരു കളിയാണ് അവരുടെ. ശബ്ദം മാറുന്നു, ബോഡി ചേഞ്ച് ആവുന്നു, ബോഡിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നു, ബോഡീൻ്റെ കളറ് മാറുന്നു, ഷേപ്പ് മാറുന്നു, പെൽവിക് ഏരിയ വലുതാവുന്നു, ചെസ്റ്റ് വൈഡൻ ആവുന്നു, പിന്നെ അവരുടെ ജെനിറ്റാൽ ഓർഗൻസിന് ഡിഫറൻസസ് വരുന്നു, പ്യൂബിക് ഹെയർ ഉണ്ടാവുന്നു. ഇതെല്ലാം കൂടിയിട്ട് കുട്ടികൾക്ക് അതിനോടൊപ്പം ആൺകുട്ടികൾക്ക് നോക്ടേണൽ എമിഷൻസും പെൺകുട്ടികൾക്ക് പീരീഡ്സും. ഇത് എല്ലാം കൂടി വരുന്നത് അവർക്ക് എത്രമാത്രം അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ അത്രമാത്രം നമുക്കിവിടെ ബുദ്ധിമുട്ട്. അപ്പോൾ രണ്ട് ഭാഗത്തെ യുദ്ധമാണ്. ഒരാൾക്ക് ഒരാളെ സഹിക്കാൻ പറ്റില്ല, മറ്റേയാൾക്ക് മറ്റേയാളെ സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് കുറച്ച് സമാധാനമുള്ള അച്ഛനാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ പ്രശ്നം കാരണം ആ സമാധാനം പോയി കിട്ടും. അത് പോയി കിട്ടും. ഇത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടും സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടും മീഡിയ ഇത്രയധികം ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആയതുകൊണ്ടും മറ്റു മനുഷ്യർക്ക് അവെയർനെസ് കൊടുക്കുന്നത് കൊണ്ടും കുറച്ചെങ്കിലും ആൾക്കാർ അവെയർനെസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അല്ലാത്ത സ്ഥലത്ത് ഇപ്പോഴും തല്ലും പിടിയും ബഹളവും തന്നെയാണ്. ടീനേജിലുള്ള മക്കളുള്ള സ്ഥലത്ത്, പെരിമെനോപ്പോസിലൂടെ പോകുന്ന അമ്മമാരുള്ള സ്ഥലത്ത് വീട്ടിൽ അടി ഇടി ബഹളം, ദുഷ്മനാണ്. നമ്മൾ ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് കുറച്ച് ഇങ്ങനെ പെസിമിസ്റ്റിക് ആയിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. ആസ് എൻ ഒരു ഹോപ്പ്, അതായത് ഹോപ്പ്ലെസ്. അതിന് വേണ്ടിയേ അല്ല കേട്ടോ ഈ കോൺവെർസേഷൻ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എലോൺ. ഇതൊരുപാട് പേര് ഗോ ത്രൂ ചെയ്യുന്നൊരു കാര്യമാണെന്നും ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്നുമാണ് നമ്മൾ പറയുന്നത്. ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് എടുക്കണം, ഹെൽപ്പ് ചോദിക്കണം, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആസ് എ പാരൻറ്റ് അല്ലെങ്കിൽ ആസ് എ വൈഫ് അല്ലെങ്കിൽ ആസ് എ ഡോട്ടർ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്ലോസ്ഡ് വൺസിനോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക? എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിനോടായിരിക്കും കൂട്ടത്തിൽ കുറച്ച് എളുപ്പം. ബിക്കോസ് ഒരുവിധം അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവർ ഗൂഗിളെങ്കിൽ ചെയ്ത് നോക്കുമായിരിക്കും. ആൻഡ് ഇപ്പം ഇങ്ങനെ ഇതൊരു എയറിലുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു അതാണ് കുറച്ച് ഈസി. അല്ലാതെ നമ്മൾ കുട്ടികളോടാണെങ്കിലും എത്ര വരെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ ഇങ്ങനെ തന്നെ? അതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കംപ്ലീറ്റ്ലി മറന്നു പോകുന്നു. നമ്മളുടെ അമ്മമാർക്കൊന്നും ഇപ്പോൾ ഈ ഗെറ്റ് ടുഗദറും സ്കൂളിൻ്റെ അലുമിനി മീറ്റും വന്നതിന് ശേഷം പിന്നെയും ഓക്കെയാണ്. പക്ഷെ അതിന് മുമ്പേ ഉള്ള ആൾക്കാർക്കൊന്നും ഒന്നും പറയാനൊരു സുഹൃത്ത് പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ അലുമിനി മീറ്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ആൾക്കാരത്ര ക്ലോസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. പക്ഷെ ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കണം. ഹസ്ബൻഡ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സിസ്റ്റേഴ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കസിൻസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ അവരോടൊന്നും ചിലപ്പോൾ തുറന്ന് പറയില്ലായിരിക്കും. മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഉണ്ടായാൽ തന്നെ കുറേയേറെ പിന്നെ ഭാരം നമുക്ക് കുറഞ്ഞു കിട്ടും. കാരണം അവരും സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അവരും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എനിക്കും ഉണ്ടടാ, അപ്പോൾ നമുക്കതിന് ഇങ്ങനെ ചെയ്യാം എന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഒന്നിച്ചു കൂടിയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം, ക്ലാസ്സസ് എടുക്കണം ഇങ്ങനെയുള്ള. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്രകൾ പോകാം, പിന്നെ വാക്ക് ചെയ്യാം. ലൈക്ക് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഇമോഷൻസ് കുറേയൊക്കെ
നന്നായിട്ട് പോകുന്നുള്ളതൊരു സത്യമാണ്. ജേണൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പഠിക്കാം. പ്രെയർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. വെറുതെ ഇരിക്കാം. ഈ വെറുതെ ഇരിക്കുന്ന സമയത്തും പാട്ട് കേൾക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം ഇപ്പോഴത്തെ മനുഷ്യർക്ക് മൈൻഡ്ഫുൾ ആവാൻ അറിയില്ല. ഇല്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ ചെയ്തോളി. ഒരു കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് പോഡ്കാസ്റ്റ് കേൾക്കും, കക്കൂസി പോകുന്ന സമയത്ത് റീൽസ് സ്ക്രോൾ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ മനുഷ്യർ ജീവിക്കുന്നുള്ളത്. അപ്പോൾ മൈൻഡ്ഫുൾ അല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫേസ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും, നമ്മളെ തോട്ട്സിനെ നമ്മളെ ഫേസ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ബി വെരി മൈൻഡ്ഫുൾ. പിന്നെ നമുക്ക് എങ്ങനെ നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യരോട് പറയാമെന്ന് വെച്ചാൽ, നമ്മളെ ചുറ്റുമുള്ള മനുഷ്യർ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. നമ്മൾ അവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കണ്ടേ? നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ അയാളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ അന്വേഷിക്കണം. ഓക്കെ. സെക്കൻഡ് തിങ്, ബ്ലെയിം ചെയ്യുന്നതിന് പകരം, കുറ്റപ്പെടുത്തുന്നതിന് പകരം, എനിക്ക് ഭയങ്കര വിഷമാണിത്, ഞാനിങ്ങനെ ഐ ഫീൽ വെരി എലോൺ എന്ന് നമുക്ക് പറയാം. ലൈക്ക് യു സ്റ്റേറ്റ്മെൻറ്റിന് പകരം ഐ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. എൻ്റെ സിറ്റുവേഷൻ അതാണ് പറയുക. പൊതുവേ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മളെപ്പോഴും മറ്റു മനുഷ്യരോട് പറയും, നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ടില്ല, നിങ്ങൾ ഞാൻ പറയുന്നത് ഒരിക്കലും കേൾക്കാറില്ല, നിങ്ങൾ ഒരിക്കലും എന്നെ ഹെൽപ്പ് ചെയ്യാറില്ല, നിങ്ങൾ 3 നേരം തിന്നാനും ചായ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കി തരാനും ഒക്കെ നിൽക്കുന്ന ഒരാളായിട്ട് മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ എന്നാണ് നമ്മൾ പറയുക. അതിന് പകരം നമുക്കിങ്ങനെ പറയാം, ലൈക്ക് ഐ ഫീൽ വെരി, എനിക്ക് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നുന്നു. അങ്ങനെ പറയുമ്പം അപ്പുറത്തിരിക്കുന്നയാൾക്ക് ഒരു തരി ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾ ചോദിക്കും, എനിക്ക് എന്തേലും ചെയ്തു തരാൻ പറ്റുമോ? മൂപ്പര് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പകുതി സങ്കടം തീർന്നു. ഇനി അയാളൊന്നും ചെയ്തില്ലെങ്കിലും സാരില്ല. അപ്പോൾ അത് പറയേണ്ടത് ഇങ്ങനെയാണ്, മറ്റേയാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എൻ്റെ പെയിന് ഞാൻ പറയുക എന്നുള്ളതാണ്. പൊതുവെ സ്ത്രീകൾ ചെയ്യുന്നത് കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ ഒരിക്കലും ഇങ്ങനെ സമയം കിട്ടുന്ന സമയത്ത് വീട്ടിലേക്ക് വരില്ല. ഇവളെന്തായിരിക്കും പറയുകയെന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും സമയം വൈകിട്ട് വീട്ടിൽ വരിക, അധിക സമയം സംസാരിക്കാനുള്ള വകുപ്പില്ലാതാക്കുക, ഒറ്റയ്ക്ക് മാത്രമാകുന്ന യാത്രകൾ പോവാതിരിക്കുക, വേറെ ആൾക്കാരെ കൂട്ടുക, ഇതൊക്കെ പുരുഷന്മാർ ചെയ്യാറുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ കുട്ടികളും ഉണ്ടെങ്കിൽ മാത്രം പോവുക, കുട്ടികൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രം കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ ചില മനുഷ്യർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്തോ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ട്. എന്നോടൊപ്പം ഇയാൾ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്, അപ്പം ഞാനൊന്ന് മാറ്റി പറയാൻ പഠിക്കണം എന്ന് നമ്മളും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റും മറ്റു മനുഷ്യരോട്. ഇപ്പോൾ അച്ഛനോടും അമ്മയോടാണെങ്കിൽ പോലും നമുക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നതിന് പകരം എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു എംപത്തി നമ്മളോട് തോന്നും. അപ്പോൾ ആ എംപത്തിയുടെ പുറത്ത് അവർ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റും. ഓക്കെ. അപ്പം എനിക്ക് ഹെൽപ്പ് വേണമെന്ന് നമുക്ക് അവരോട് പറയാം. എനിക്കൊരു ഡോക്ടറെ കാണണമെന്ന് തോന്നുന്നു, എനിക്കൊരു തെറപ്പിസ്റ്റിനെ കാണാൻ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്കൊരു 2 ദിവസം ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുന്നു എന്നൊക്കെ നമുക്ക് പറയാം. നേരത്തെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു, അതായത് നമ്മുടെ ഇൻറ്റിമസിയിലും സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ ചേഞ്ചസ് വരുന്നു. അത് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക, എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിലും അവരതെങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? പല പുരുഷന്മാരുടെയും അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അറിയില്ല ഈ പെരിമെനോപോസ് എന്താണെന്ന്, മെനോപോസ് എന്താണെന്ന് അറിയില്ല. കാരണം അവരാരും അവരുടെ അമ്മമാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ഇപ്പോഴത്തെ മനുഷ്യരാണ് അറ്റ്ലീസ്റ്റ് പീരീഡ്സിനെ കുറിച്ച് പോലും സംസാരിക്കുന്നില്ല. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പാഡ് മേടിച്ചുകൊണ്ടിരുന്നത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടൊക്കെ ആയിരുന്നു, ഒളിപ്പിച്ചിട്ടൊക്കെ ആയിരുന്നു. പണ്ട് അതിനു മുമ്പ് തുണി ഉപയോഗിക്കുന്ന കാലത്ത്
തുണി ആരും കാണാതെ ഉണക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം ഇത് എന്തോ ഭയങ്കര ഒരു സംഭവമാണെന്നാണ് എല്ലാവരും അത് എടുക്കുമ്പോഴൊക്കെ ഇപ്പൊ നമ്മള് തുണി എടുക്കാനൊക്കെ പണ്ട് എടുക്കാനൊക്കെ അനിയന്മാരൊക്കെ പോകുന്നെങ്കിൽ ഉമ്മ ഇങ്ങനെ പറഞ്ഞയക്കും നമ്മളെ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം അവർക്കറിയില്ല. അപ്പം നമ്മളിതിനെക്കുറിച്ച് അവരോട് പറയണം. പിന്നെ പെരിമെനപ്പോസിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസോ പുസ്തകങ്ങളോ ക്ലാസ്സുകളോ ഉണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് നിങ്ങൾ ഓൺലൈനാണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കും അവർക്കും രണ്ടുപേർക്കും മനസ്സിലാവും ഇന്നതാണ് വിഷയം, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസായി അവിടെ. ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവും വെറുതെ അല്ല ഞാൻ ഇവളെ വിളിക്കുമ്പോൾ ഇവള് വരാത്തത്, വെറുതെ അല്ല ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവള് പാത്രം കഴുകാൻ പോകുന്നത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മറ്റേയാൾക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ പൊതുവെ ദേഷ്യം വരാറാണ് പതിവ്. പിന്നെ ആൾക്കാർ അവളുടെ ഫോൺ ചെക്ക് ചെയ്യാൻ പോകും, വേറെന്തോ പ്രശ്നമുണ്ടോ നോക്കിയിട്ട്. അതല്ലെങ്കിൽ സ്കൂളിൽ ഗെറ്റ് ടുഗദറൊക്കെ ഇപ്പം ഉണ്ടല്ലോ, അപ്പൊ പണ്ട് പ്രണയം തോന്നിയ ജമീലയോടോ അല്ലെങ്കിൽ രമണിയോടോ അങ്ങോട്ടേക്ക് ഹായ് അയക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെയാണ് പൊതുവെ സംഭവിക്കുന്നുള്ളത്. പക്ഷെ ഇങ്ങനെയാണിത് ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തമ്മിലിരിക്കുക. എവിടെ ഇരിക്കണം എന്ന് വെച്ചാൽ, പ്രശ്നങ്ങൾ ഉണ്ടായാൽ മറ്റു മനുഷ്യർ ശ്രദ്ധിക്കുന്ന അറിയാവുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുക. ലൈക്ക് കോഫി ഷോപ്പ് പോലെയുള്ള അല്ലെങ്കിൽ ബീച്ച് പോലെയുള്ള, ശബ്ദമുണ്ടാക്കിയാൽ മറ്റു മനുഷ്യർ നമ്മളും ബുദ്ധിമുട്ടും നാണക്കെടാവെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ടിരിക്കുക. അവനവൻ്റെ വീട്ടിലിരുന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കരുത്. ഓക്കെ, അങ്ങനെ കോഫി ഷോപ്പിലൊക്കെ പോയിട്ട് ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. ഈ വിഷയം ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ, ഇതെൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നമാണ്, ഇതിന് നമുക്ക് ഇനി എന്താണ് അടുത്തത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടാലോ, പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് മാറ്റം വരാൻ പറ്റും. ലോ ലിബിഡോ ഉണ്ടാവും എന്നുള്ളതും വജൈനൽ ഡ്രൈനസ് ഉണ്ടാവും എന്നുള്ളതും ഒക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ മരുന്നുണ്ട്. വജൈനൽ ഡ്രൈനസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ജെല്ലൊക്കെ ഇല്ലേ, അതൊന്നും ഒരു വലിയ വിഷയമായിട്ട് ആക്കിയെടുക്കേണ്ട കാര്യമൊന്നുമല്ല. ലോ ലിബിഡോ ഉണ്ടെങ്കിൽ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവ് ആണ് എങ്കിൽ ചിലപ്പം ഒരു ടച്ച് മതിയാവും മറ്റേയാൾക്ക് ഒന്ന് ഇത് തരാം. പിന്നെ ഈ പെരിമെനോപോസൽ സ്റ്റേജിൽ സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ടച്ച്, സൗണ്ട്, ലൈറ്റ് ഇങ്ങനെയൊക്കെയുള്ള സംഭവം കൂടി വരാറുണ്ട് കേട്ടോ. അപ്പം ചിലപ്പം നമ്മൾ ടച്ച് ചെയ്ത് നമുക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പം മറ്റ് ആൾ അതെടുക്കുന്നത് ഇവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അതല്ല സത്യം. സത്യത്തിൽ ഇത് നമുക്ക് അതിനോടൊരു സെൻസിറ്റിവിറ്റി വരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ. കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ശരിയാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഈ ഭൂമി മലയാളത്തിലില്ല. അത് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ കാമായിട്ടുള്ള സിറ്റുവേഷനിൽ അല്ലാതെ പറയരുത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറയില്ല കാര്യം. പല കാര്യം പറയാത്ത ഒരു ഫൈറ്റ് ആവുമെന്ന് പേടിച്ചിട്ടാണ്. അതെ. പക്ഷെ എന്താ സംഭവിക്കുകയെന്നറിയോ, ഇത് മനസ്സിൽ വെച്ച് ഫൈറ്റ് ആവുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ബ്രിക്ക് ബൈ ബ്രിക്കായിട്ട് ഇങ്ങനെ വെച്ച് ഒരു ദിവസം ഇത് പൊട്ടി തെറിക്കും. ബ്രിക്ക് അങ്ങനെ തന്നെ പൊട്ടിത്തീരും. അപ്പം ആർഗ്യുമെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ വിളിച്ചു പറയും. മുന്നത്തെ എല്ലാം നമ്മളെടുത്ത് വിളിച്ചു പറയും. അതിനേക്കാൾ നല്ലത് ചെറുതായിട്ടുണ്ടാകുമ്പോൾ തന്നെ സൂചിപ്പിച്ചാൽ മതിയായിരുന്നു. അതവിടെ തീർത്തിട്ട് അടുത്ത പ്രശ്നം നമുക്ക് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അത് പല മനുഷ്യർക്ക് അറിയില്ല എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന്. ടോൺ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ടോൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഡ എന്ന് പറയുന്നതിനേക്കാളും ഡ എന്ന് പറയുന്നതുണ്ടല്ലോ, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഒരേ വേർഡാണ്. പക്ഷെ എങ്ങനെയാണത് ഡിഫറെൻ്റ് ആവുന്നത് എന്നുള്ളത് അന്ന് പല മനുഷ്യർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. ഇതൊന്നും ആരും ആരെയും അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ചിട്ട് പാർട്ട്നേഴ്സ്, ഹസ്ബൻഡ് വൈഫിനെയും ചെയ്യുന്നില്ല, വൈഫ് ഹസ്ബൻഡിനെയും ചെയ്യുന്നില്ല. ജസ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവൾക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യമുണ്ടെന്ന് നമുക്ക് ഹസ്ബൻഡിന് തോന്നുന്നു, ഹസ്ബൻഡിന് എന്നോട് എന്തോ ഒരു ദേഷ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. എന്നിട്ട് നമ്മൾ വെറുതെ ആ ഊഹാപോഹത്തിൻ്റെ ഇടയിൽ പോയി വെറുതെ തല്ലുണ്ടാക്കുന്നു. അങ്ങനെയാണ് പൊതുവെ സംഭവിക്കാറ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ സംഭവിക്കാൻ പറ്റാത്ത സ്ഥലത്തിരുന്നിട്ട് ഡിസ്കഷൻ ചെയ്യുക. ഡിസ്കഷൻ ആവണം, അത് ആർഗ്യുമെൻറ്റിലേക്ക് പോകരുത്. അത് ശ്രദ്ധിക്കണം.
എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഒരിക്കലും പറയരുത്, എനിക്കിങ്ങനെയാണ് ചെയ്യുമോ എന്നുള്ളതാണ് പറയേണ്ടത്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഈ ഒരു കോൺവെർസേഷൻ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ ഒരു പാർട്ട് ഓഫ് ഏജിങ് കൂടിയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് തോന്നാറുണ്ട് അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ലെയിം ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആക്ച്വലി ഇങ്ങനെ ഏജിങ്ങിൽ വളരെ ചില ആൾക്കാരൊക്കെ പറയും ഒരു സ്വിച്ച് ഗോട്ട് സ്വിച്ച്ഡ് ഓഫ് അറ്റ് ദാറ്റ് പോയിന്റ് ആൻഡ് ഐ ഫെൽറ്റ് വെരി ഫ്രീ ലിബറൽ എന്നൊക്കെ പറയാറുണ്ട്. 40s അങ്ങനെയാണ് നമ്മൾ, വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് വാട്ട് അതേഴ്സ് ആർ തിങ്കിങ്. ആൾക്കാരെന്തും പറഞ്ഞോട്ടെ നമ്മൾ വിചാരിക്കും, നമ്മൾ കുറേ ഫ്രീ ആവും, നമ്മൾ കുറേ സ്ട്രിങ്സ് പോവും എന്നൊക്കെ. ശരിക്കും അത് മോസ്റ്റ് ഓഫ് ദ വിമനിൽ അങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത്, അതോ ഏജിങ് ശരിക്കും ഒരു നെഗറ്റീവ്, അതായത് ഐ എം ഗെറ്റിംഗ്, എനിക്ക് പ്രായമാവാണ്, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ഞാൻ അട്രാക്റ്റീവ് അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ ഒരു പ്രൈം പീരീഡ് കഴിയാണ്, അങ്ങനത്തെ ഫീലിംഗ് ആണോ വരുന്നത്, അതോ മോർ ഓഫ് ഒരു ഐ എം ഫ്രീ എന്നുള്ള ഫീലിംഗ് ആണോ യൂഷ്വലി വരുന്നത്? ഡിപ്പെൻസ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പോൾ നല്ല സുഹൃത്തുക്കളും നല്ല ചിന്തകളും നല്ല വായനയും നല്ല ചുറ്റുപാടുമുള്ള ഒരു സ്ത്രീ, ഇതിനോട് ഒരു അനുബന്ധിച്ചിട്ട് പൈസ വരുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നത് നല്ല സുഹൃത്തുക്കളും പൈസൻ്റെ കാര്യം ഇതിൽ വരുന്നതേ ഇല്ല. നല്ല ചിന്താഗതിയും നല്ല വായനയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ഉണ്ടാവുക. അതേസമയം അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, പല മനുഷ്യർക്കും നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാവാത്ത സമയത്ത് നമുക്ക് തോന്നുന്നു ഞാൻ ട്രാപ്പായി പോയി എന്നാണ്. നമുക്ക് എത്രയോ സ്നേഹം ഉണ്ടാവും നമ്മുടെ മക്കളോടും നമ്മുടെ ഹസ്ബൻഡിനോടും ഒക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മളെ മനസ്സിലാവാതെ നമ്മൾ വിചാരിക്കും ഞാൻ പെട്ടുപോയി എന്ന്. മനസ്സിലാവാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ സമയത്ത് കടന്നു പോവുക. അപ്പോൾ അങ്ങനെ ട്രാപ്ഡായി പോയി എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഏതു നേരവും പണിയെടുത്ത് ക്ഷീണം വന്ന് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന, പിന്നെ ഹസ്ബൻഡിൻ്റെ യാതൊരു സപ്പോർട്ടും വീട്ടുകാരുടെ യാതൊരു സപ്പോർട്ടും സ്നേഹവും അനുഭവിക്കാൻ യോഗമില്ലാത്ത, മക്കൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കുട്ടികൾ വരുന്നില്ല എന്നൊക്കെ തോന്നുന്ന സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ മറ്റേ ഭാഗത്തേക്ക് പോകാം, പെസിമിസ്റ്റിക് ആയിട്ടും പോകാം. ശരിക്കും നമ്മുടെ പ്രായം നമ്പറാണോ എന്ന് ചോദിച്ചാൽ എഴുതുമ്പോൾ ഒരു നമ്പറാണ്, പക്ഷെ ബോഡി കീപ്സ് സ്കോർ. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നമ്മൾ മറ്റു മനുഷ്യരോട് തുറന്നു പറയാതെ വിഴുങ്ങി ജീവിക്കുമ്പോൾ ബോഡി ഫുള്ള് ട്രോമ സ്റ്റോർ ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, അത് തുറന്ന് പറയാൻ സ്പേസ് ഉള്ള ഒരാൾക്ക്, അതിന് ഒന്നും മടിയില്ലാതെ സുഹൃത്തുക്കളോടും തെറപ്പിസ്റ്റിനോടും ഒക്കെ പറയാൻ പറ്റുന്ന ഒരാൾക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇത്രയധികം ബുദ്ധിമുട്ടുകളൊന്നും ചിലപ്പം വന്നു എന്ന് വരില്ല. ഇപ്പം പെരിമെനോപോസൽ സ്റ്റേജിനോടൊപ്പം വരുന്ന അസുഖം തന്നെയാണ് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത്. അത് വളരെ റെയറായിട്ട് പുരുഷന്മാരിൽ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പൂജാ ഭട്ടിൻ്റെ മഹേഷ് ഭട്ടിൻ്റെ ബ്രദർ മുകേഷ് ഭട്ടിന് ഫൈബ്രോമയാൾജിയ ഉണ്ടായിട്ട് പുള്ളിക്കാരന് അതിനെക്കുറിച്ചിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം 40s നമ്മൾ ലിബറേറ്റഡ് ആവുകയാണോ ചെയ്യുന്നത്, അല്ല ഇമോഷണൽ ആവുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമോഷണൽ ആകുമ്പം ഫിയറും കൺഫ്യൂഷനൊക്കെയാണ് നമുക്കുണ്ടാവുക. നമ്മൾ ലിബറേറ്റഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ അവേക്കനിങ് സ്റ്റേജിലെത്തുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും, പക്ഷേ ഐ ക്യാൻ ഹാൻഡിൽ മൈസെൽഫ് എന്നൊരു തോന്നലാണ് നമുക്കുണ്ടാവുക. ഇത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എനിക്ക് ഹെൽപ്പ് ചോദിക്കാൻ പറ്റും, എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത്രയധികം കാശിൻ്റെ നഷ്ടമൊക്കെ ഉണ്ടായി പോയി കഴിഞ്ഞാൽ മറ്റു ഭാഗത്താണെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടാവാം. പക്ഷെ ഒരു വേക്കൻ്റ് ആയിട്ടുള്ള, ഒരു ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ചിന്തിക്കുക, ഇതും ഇതിനപ്പുറവും നടക്കും. ഞാൻ വിചാരിച്ചാൽ ഞാനൊന്ന് ഇറങ്ങി പണിയെടുത്ത് കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് പോകാൻ പറ്റുന്ന സ്ത്രീകളുമുണ്ട്. അത് ഹൈ ഫങ്ഷനിങ് ഡിപ്രഷനുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരെ കൊണ്ട് പറ്റും. ഗെറ്റ് ഇറ്റ്? അപ്പോൾ
എത്ര ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമ്മളോട് എംപത്തറ്റിക്കായിട്ട് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുമാണ് നമ്മളോടൊപ്പം ഉണ്ടാവുന്നത് എങ്കിൽ രക്ഷപ്പെട്ടു. അതൊരു ബ്ലെസ്സിങ്ങാണ്. നല്ലൊരു പാർട്ട്ണർ എന്ന് പറയുന്നത്, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, നല്ല ബന്ധുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അത്. എനിക്കതില്ല എന്ന് വിചാരിക്കേണ്ട. യു ക്യാൻ ഓൾസോ ഹാവ് ദാറ്റ്, പ്രൊവൈഡഡ് യു ഹാവ് ടു നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ. നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബക്കാരോടും നമ്മുടെ വീട്ടുകാരോടും ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ സംസാരിക്കുന്നത് എങ്കിൽ എല്ലാ മനുഷ്യരും നമ്മളോടൊപ്പം ഉണ്ടാവും. അതല്ല എങ്കിൽ അങ്ങനെയല്ല അല്ല. ഇനി അറ്റ്ലീസ്റ്റ് 40കളിൽ അല്ലെങ്കിൽ 40കളുടെ അവസാനത്തിൽ എല്ലാവരും ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതുവരെ കൂട് നിറച്ച ആൾക്കാരുണ്ടായിട്ട് കൂടുന്ന എല്ലാവരും ഇങ്ങനെ പോയി നമുക്ക് പാരൻറ്റ് ചെയ്യാൻ ഒരാളില്ല. നമ്മൾ ഇവിടെ നിന്ന് അവിടെ എവിടെയോ ഉള്ള കുട്ടികളെ പറ്റി വറീഡായിക്കൊണ്ടിരിക്കും. ആൻഡ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഉത്സവപ്പറമ്പ് ഒക്കെ പിറ്റേ ദിവസമുള്ള പോലത്തെ ഒരു ഏകാന്തത ഫീൽ ചെയ്യുക എന്നുള്ളത്, അതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക? പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പ് ഇത് നല്ല ആളോടാണ് ചോദിച്ചത്. ഞാൻ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ട് മെഡിസിനൊക്കെ എടുത്തുകൊണ്ടുള്ളൊരു മനുഷ്യനാണ് ഞാനിപ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, മക്കൾ രണ്ടുപേരും തമ്മിൽ 7 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരാൾ പോകുമ്പോൾ ഒരാളുണ്ടാവുമെന്ന് നമുക്കിങ്ങനെ തോന്നുന്നതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് പ്രതീക്ഷിച്ചില്ല. മകളുടെ കല്യാണം മകൻ്റെ കോളേജ് അഡ്മിഷനും ഒരേ സമയത്തായി. രണ്ടുപേരും ഒന്നിച്ച് വീട്ടിൽ നിന്ന് പോയി. എനിക്കിനി എന്തെന്നുള്ള ഒരു എൻ്റെ ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലായി. എനിക്ക് ലൈഫിലൊന്നും ചെയ്യാനില്ല. വീട്ടിലെനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമില്ല. പിന്നെ വീട് എന്തിനാന്ന് പോലും തോന്നി. ഇങ്ങനെ ഒരു വീട് ഞാൻ എന്തിനാണ് എപ്പോഴേലും വരുന്ന ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാനിത് എന്തിനാ ഇത്രയും വലിയ വീട് വെച്ച് എന്തൊക്കെയോ ചിന്തകളാണ് ഈ പോവുക. എംപ്റ്റി നെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു, പക്ഷേ എനിക്കത് മനസ്സിലായില്ല. ഞാൻ എന്തിനാണ് ഇത്രയും പെയിന് അനുഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊരു ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് എന്നോടിങ്ങനെ ഉമ്മ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് കുട്ടികൾ ചോദിക്കുമ്പോഴും ഞാൻ ഒന്നുമില്ല എന്നുള്ള പോലെയാണ് ഞാൻ പെരുമാറുന്നുള്ളത്. ഞാൻ അവിടെയും വിചാരിക്കുന്നത് ഇവരോട് ദിവസവും വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിതൊരു ബുദ്ധിമുട്ടായി പോകുമെന്നാണ്. പക്ഷെ പറയണം, ദർ ഷുഡ് ബി എ സ്ട്രക്ചർ. ഗെറ്റ് ഇറ്റ്. പറയണം, അവരോട് കൃത്യമായിട്ട് പറയണം. എത്ര തിരക്കുണ്ടെങ്കിലും ഇത്ര ദിവസങ്ങളിൽ ഒരു ദിവസം ഇത്ര മിനിറ്റ് എടുത്തിട്ട് നമ്മൾ സംസാരിക്കണം, ഫാമിലി കോൾസ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയണം. ഇത് എന്തുകൊണ്ടാണ് എൻ്റെ കേസിൽ ഇത്രയും മോശമായി പോയതെന്ന് വെച്ചാൽ ഞാനൊരു സിംഗിൾ മദർ ആയതുകൊണ്ടാണ്. അതേ സമയത്ത് വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉള്ള വീടാണെങ്കിൽ കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തമ്മിൽ പ്രശ്നവും. കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് ഇമോഷണലി നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. കുട്ടികൾ പോയി കഴിയുമ്പോൾ ഈ ഡിസ്റ്റൻ്റ് ആയ 2 മനുഷ്യർ 2 റൂമിലായിരിക്കും ചിലപ്പോൾ കിടന്നുറങ്ങുന്നുണ്ടാവുക. പിന്നെ ആരാണ് മറ്റേയാളെ മനസ്സിലാക്കുക, മറ്റേയാളെ സപ്പോർട്ട് ചെയ്യുക? അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ബന്ധമാണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ റിപ്പയർ ചെയ്യുക. പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാളുടെ പാടിന് പോവുക. കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരും നമുക്ക്. ആ സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. അത് മുമ്പേ പ്ലാൻ ചെയ്യുക. നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സുഹൃത്തുക്കളുണ്ടെങ്കിൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആരും വേണ്ട, എനിക്ക് എൻ്റെ മക്കൾ മാത്രം മതി, എൻ്റെ കെട്ടിയവനും തട്ടാനും മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് പോവുകയാണെങ്കിൽ അവരും ഉണ്ടാവില്ല. നമ്മളാരെയും മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെയും പിന്നെ ആരും മൈൻഡ് ചെയ്യില്ല. എല്ലാവരും നമ്മളെയും മറന്നു പോകുമല്ലോ. പിന്നെ ചില മനുഷ്യർ, നല്ല ജോലിയുള്ള മനുഷ്യരൊക്കെ അവരുടെ ജോലിയുടെ ആ ഒരു അഹങ്കാരത്തിൽ വലിയതായിട്ടിരിക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് കോൾസൊക്കെ വരും. അപ്പോൾ നമ്മൾ ആരോ ആണെന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ ജോലി 60 വയസ്സായി കഴിയുമ്പോൾ 55 വയസ്സാകുമ്പോൾ ജോലി പോവും. പിന്നെ നമുക്ക് കോള് വരില്ല.
അതുവരെ നമ്മൾ ഓഫീസറായിട്ട് ഒരു ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് പിന്നെ സെറാമിക് കപ്പിൽ ചായ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ആ ഓഫീസിൽ നമുക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചായയും കിട്ടൂല. ഇനി കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ പേപ്പർ കപ്പിലേ കിട്ടുള്ളൂ. അതൊക്കെ നമ്മളുടെ പൊസിഷൻ്റെ ആ ഒരു എന്താണ് അതിനോട് അതിന്റെ പേർക്സ് ആയിരുന്നു. അതിൻ്റെ പ്രിവിലേജും അതിൻ്റെ പേർക്സും ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അത് എപ്പോഴും നമുക്ക് ഉണ്ടാവുക നമ്മുടെ പങ്കാളിയാണ്. ആ പങ്കാളിയുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക, റിപ്പയർ ചെയ്യുക, റിപ്പയർ ചെയ്യുക എന്നുള്ളത് എന്തും പിന്നെ എക്കോ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ റിപ്പയർ ചെയ്യുക, റീയൂസ് ചെയ്യുക, അതുപോലെ റിപ്പയർ ചെയ്യുക. പെട്ടെന്ന് ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ടാൾ രണ്ട് വശത്ത് പോവരുത്. അതിൻ്റെ ഇടയിൽ കുട്ടികളുണ്ട് എങ്കിൽ ഡാമേജസ് എത്ര വലുതാണെങ്കിലും അത് ശരിയാക്കാൻ പറ്റുന്ന ഡാമേജ് ആണെങ്കിൽ റിപ്പയറിന് ശ്രമിക്കുക. നല്ലൊരു കപ്പിൾ കൗൺസിലറിനെ കാണുക. നിങ്ങളത് ഇത് ചെയ്യാൻ കാരണം നാളെ കുട്ടികൾ അവരുടെ പാടിന് പോകും. ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് ബഹളം വെച്ച് ഇഷ്ടമില്ലാത്ത തരത്തിൽ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ചെയ്യരുത് ഒരിക്കലും. പറ്റുന്നത്രയും സ്നേഹത്തോടു കൂടി ജീവിക്കാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ഇനി നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പം മാം പറഞ്ഞ പോലെ അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? എംപ്റ്റിനെസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഈ ഒരു ഇമോഷണൽ ഫിസിക്കലിലൊക്കെ നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന സംഭവങ്ങളൊക്കെ എത്ര വർഷം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുക ഒരു 10 വർഷത്തോളം ഉണ്ടാവും എന്നൊക്കെയാണ്. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ട്രാൻസിഷനാണ്. ലൈഫിൻ്റെ ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു ട്രാൻസിഷൻ പീരീഡിലൂടെയാണ് നമ്മൾ പോകുന്നുള്ളത്. നമ്മളൊരിക്കലും തോറ്റുപോവില്ല. നമ്മൾ ഗ്രോത്തിലൂടെയാണ് പോണേ. ഇപ്പോൾ പ്രായം കൂടുമ്പോൾ നമ്മൾ അതിനോടൊപ്പം നമുക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നല്ല ചേഞ്ചസ് ഉണ്ടാകുന്നില്ല, ഗ്രോത്താണ് ഉണ്ടാകുന്നില്ല. ഇമോഷണലി നമ്മൾ ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നില്ല. ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ നല്ല പുസ്തകങ്ങളും നല്ല കൂട്ടുകാരും നല്ല കോൺവെർസേഷനൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്പിരിച്വലി ആൻഡ് ഇൻ്റലക്ച്വലി ഓൾസോ യു ആർ ഗ്രോയിങ്. അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു കാലം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഏജിങ്. ഇപ്പോൾ ഏജ് ഗ്രേസ്ഫുള്ളി. ഒരിക്കലും എന്ത് പ്രശ്നം വരുന്നു എന്നതുകൊണ്ട് നമ്മൾ പുറകിലേക്കായി പോകുന്നില്ല. വി ആർ ഗ്രോയിങ് ആൻഡ് വി ആർ ബീയിങ് വെരി ഗ്രേസ്ഫുൾ. പിന്നെ വിസ്ഡമുള്ള ലേഡീസായിട്ടാണ് നമ്മൾ വളർന്നു പോവുക. അപ്പം എന്ത് വന്നാലും അവനവൻ്റെ ഗ്രോത്ത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. പഠിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പഠിക്കുക, വായിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വായിക്കുക, യാത്രകൾ പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യാത്രയൊക്കെ ചെയ്യുക. നാളെ നമ്മുടെ മക്കൾ ചോദിക്കും അമ്മയോട് നമ്മൾ പറഞ്ഞോ പോകണ്ടെന്ന്, അമ്മയോട് നമ്മൾ പറഞ്ഞോ പഠിക്കണ്ടെന്ന്. നമ്മൾ അവരോട് പറയും നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല. അവരെ ബ്ലെയിം ചെയ്യുന്ന പോലെയാണത്. അപ്പം നാളെ നമ്മുടെ കുട്ടികൾ നമ്മളോട് അങ്ങനെ ചോദിക്കാതിരിക്കാനുള്ള വകുപ്പാണ് ഉണ്ടാക്കി വെക്കേണ്ടത്, ചോദിക്കാനുള്ള വകുപ്പ് അല്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളെ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഹോബീസ്, നിങ്ങളെ ലൈവാക്കിയിട്ട് വെക്കുന്ന ഹോബീസൊക്കെ നിങ്ങൾ ചെയ്യണം. പാട്ട് പാടണോ, ഡാൻസ് ചെയ്യണോ, എഴുതണോ, വായിക്കണോ, എവിടെയെങ്കിലും പോകണോ, സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കണോ, ബൈക്ക് ഓടിക്കാൻ പഠിക്കണോ, ജീപ്പ് ഓടിക്കാൻ പഠിക്കണോ, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ ചെയ്യാം. എൻ്റെ കേസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. ഞാനത് ചെയ്യാം. കജോളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പം നോക്കിയാലും പുള്ളിക്കാറ്റി ഒന്നുകിലോ നിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ക്രോഷ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നമ്മളെ സെയിനായിട്ട് വെക്കാനുള്ള വഴികളാണ്. അപ്പം നമുക്ക് എന്തൊക്കെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ മുമ്പിലോട്ടേക്ക് പോവുക. നമ്മളുടെ സ്റ്റൈലിംഗ് ആണെങ്കിലും നമ്മളുടെ ഡ്രസ്സാണെങ്കിലും നമ്മുടെ ഹെയർ ആണെങ്കിലും നമ്മുടെ സ്കിന്നാണെങ്കിലും എല്ലാത്തിനെയും പ്രയോറിറ്റൈസ് ചെയ്യുക. ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യുക. നല്ലോണം മസിൽ ട്രെയിൻ ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. കാരണം പ്രായമാകുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പ്രോട്ടീൻ എടുക്കുക, പിന്നെ വാക്ക് ചെയ്യുക, റെസ്റ്റ്, നല്ലോണം ഉറങ്ങുക, നന്നായിട്ട് ജീവിക്കുക. പിന്നെ അവസാനം നമുക്ക് ഞാൻ ജീവിച്ചിട്ടില്ലല്ലോ തോന്നാനുള്ളൊരു വിഷമം നമുക്ക് ഉണ്ടാവരുത്. അതിനുള്ള വകുപ്പ് ഉണ്ടാക്കി വെക്കണം.
ലൈഫ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ ഇത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് ചൂസ് യുവർ സെൽഫ് വെരി ഓണസ്റ്റ്ലി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കൊരു എന്താ പറയുക, എനിക്കൊരു പോഡ്കാസ്റ്റ് ആണെന്നോ ആൾക്കാരിത് കാണുന്നുണ്ടെന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോയി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അതുപോലെ തന്നെയാണ് കാണുന്ന പ്രേക്ഷകർക്കും തോന്നിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാമിന് ഒരുപാട് പേരുടെ ലൈഫ് ടച്ച് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. കാണുന്ന പുരുഷന്മാർ, കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഹസ്ബൻഡ്സ് ആണെങ്കിലും അപ്പൂപ്പന്മാരാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള സ്ത്രീകൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കി അവരോട് കുറച്ച് എമ്പത്തിയോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് വളരെയധികം നന്ദിയുള്ളവരായിരിക്കും. ആൻഡ് വി ഡിസേർവ് ഇറ്റ്. താങ്ക് യു Thank you so much. Okay.